മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മുമ്പെങ്ങുമില്ലാത്ത വിധത്തില് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ നിരന്ന് നിന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, ബിജെപിയിൽ വലിയ ചേരിപ്പോര് തുടങ്ങി, പ്രബല വിഭാഗത്തെ തഴഞ്ഞു, ഫുള്ള് പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ തോന്നിയതുപോലെയാണ് പുതിയ ഭാരവാഹികൾക്കെതിരെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ വാർത്തകൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുന്ന ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയുക, പുതിയ ബിജെപിയുടെ ടീമിനെ കണ്ടിട്ട് വലിയ വെപ്രാളത്തിലാണ് പ്രമുഖ മാധ്യമങ്ങള്. ഈ ഒരു പുതിയ ടീമിനെ കൊണ്ട് കേരളത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു. അവരെ കൊണ്ടാവുന്നത് പോലെ അവരിപ്പോ ബിജെപിക്കെതിരെ പണിയെടുത്തോണ്ടിരിക്കുക. കോൺഗ്രസിന് വേണ്ടിയിട്ടും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടും തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടിയിട്ടുമാണ് അവർ വലിയ പണിയെടുത്ത് മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ബിജെപിയുടെ പുതിയ ഭാരവാഹികളെ കണ്ടാൽ വളരെ വ്യക്തമാണ്. എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് സെലക്ട് ചെയ്ത ആളുകളാണ് പുതിയ ഭാരവാഹികള്. വളരെ വ്യക്തമാണത്. അത് രാജീവ് ചന്ദ്രശേഖർ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇത് വെറുതെ വിളിച്ചു പറയല്ല. അദ്ദേഹം കുറച്ചു മുമ്പേ തന്നെ നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജസ്കറിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവില് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ആരെയൊക്കെ ഉൾപ്പെടുത്തുമെന്നുള്ള ഉറപ്പ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂയുടെ ചെറിയൊരു ഭാഗം ഞാനത് മുന്നോട്ട് വെക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. എനിക്കൊന്ന് ശ്രീലേഖ IPS ഒരുപാട് VVIPs വന്നിട്ടുണ്ട്. അതിന് അവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും അവരെ ഉൾക്കൊള്ളിക്കാൻ വെറുതെ, കാരണം ഒരു ഇതുവരെ എന്റെ മനസ്സിൽ എല്ലാവർക്കും ഒരു റോളുണ്ട്. എല്ലാവരും ഇൻവോൾവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഞാൻ എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓരോരോ ഇൻഡിവിജ്വലിയും ഗ്രൂപ്പായിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത് നമുക്ക് സ്പേസ് ഉണ്ടാക്കണം. അത് ഞാൻ ചെയ്യും. അതിൽ 100% ഞാൻ കമ്മിറ്റഡാണ്. അല്ല, അതിന് മാത്രമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് പേരുണ്ട് അത് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു, ഞാൻ അത് ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം എങ്കിൽ മാത്രമേ പുതിയ ആളുകൾ എത്തത്തുള്ളൂ. അത് ശരിയാ. വന്നവർ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഒരുപാട് പേര് വരുന്നു. അത് ശരിയാ. പക്ഷെ അവരെ പിന്നെ കേൾക്കാനില്ലാത്തൊരു അല്ല, അത് ഞാൻ ഗൗരവത്തിൽ എടുക്കേണ്ട ഞാൻ എടുക്കും. അത് ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇനി നിങ്ങൾ കേട്ടില്ലേ, എല്ലാ മേഖലകളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെതായ ഉറപ്പ് കൊടുത്തു തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഇതൊരു വെറുതെ കൊടുത്ത ഒരു ഉറപ്പല്ല. പുതിയ ഭാരവാഹിത്വ ലിസ്റ്റില് വളരെ വ്യക്തമായിട്ട് ആർ ശ്രീലേഖ മുൻ IPS ഉദ്യോഗസ്ഥ, അതായത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ട് തന്നെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് നൽകിയതാ. അതായത് വളരെ വ്യക്തമാണ് എല്ലാ മേഖലകളിൽ നിന്നും ആളുകളെ ഉൾക്കൊള്ളുക എന്നുള്ളത്. ഡോക്ടർ അബ്ദുൽ സലാമിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എല്ലാ മതങ്ങളിൽ നിന്നും. അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ ഒരു യുവ നേതാവാണ്. വഖഫ് ബോർഡ് വിഷയത്തിൽ ഉൾപ്പെടെ വളരെ വലിയ രീതിയിൽ സാധാരണക്കാർക്ക് വേണ്ടി നിലയുറപ്പിച്ചിട്ടുള്ള ഒരു നേതാവ്. വളരെ ശക്തമായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ഷോൺ ജോർജ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലിസ്റ്റിലാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ജനറൽ സെക്രട്ടറിമാര് MT രമേശ്, ശ്രീമതി ശോഭ സുരേന്ദ്രന്, അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അനൂപ് ആന്റണിയെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട്. അതേപോലെ തന്നെ S സുരേഷ്. അതായത് വളരെ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാ മതങ്ങളിൽ നിന്ന് എല്ലാ മേഖലകളിൽ നിന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഭാരവാഹിത്വ പട്ടിക തന്നെയാ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വലിയൊരു മാറ്റം വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. സൂംബ ഡാൻസുമായി വിഷയം വരുമ്പോൾ നമ്മുടെ കോൺഗ്രസ് അല്ലേ ഇവിടെ നമ്മുടെ കേരള സർക്കാർ സംവിധാനങ്ങൾ സാധാരണക്കാരെ കട്ടുമുടിച്ച് സാധാരണക്കാർക്ക് ജീവിക്കാൻ പോലും ആവാത്ത തരത്തില് പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരെയാണ് പ്രതീക്ഷിക്കേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നിഷ്പക്ഷരായിട്ടുള്ള നമ്മളൊക്കെ ഒരേ സ്വരത്തിൽ ആരാണോ പ്രതിപക്ഷം അവരെയാണല്ലോ നമ്മൾ അധികാരത്തിലെത്താൻ പിന്നീട് നമ്മൾ വോട്ടൊക്കെ ചെയ്യാം. പക്ഷേ
നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ആരാണ്? ഔദ്യോഗിക പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ അവസ്ഥ എന്താ? സൂംബ ഡാൻസ് വിഷയം വന്നു ലേറ്റസ്റ്റ്. അതിലെന്താ അവരുടെ നിലപാട്? ആ ഡാൻസിനെതിരെ നിന്നവർക്കൊപ്പം നിൽക്കുക, എന്നിട്ട് ഉളുപ്പില്ലാതെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ രംഗത്തെത്തിയിട്ട് നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷം പറയാണ് വലിയ രീതിയിൽ ഈ പറയുന്ന ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യണമെന്ന്. ഒരു യോഗ്യത പോലും ഇല്ലാതെ മ്യൂസിക്കിന് പോലും എതിരുള്ള ആളുകള്, അതായത് കുട്ടികൾ പോലും പാട്ട് കേൾക്കരുത്, മ്യൂസിക് കേൾക്കരുത് എന്ന് പറയുന്ന ആളുകളുമായിട്ട് സർക്കാർ ചർച്ച നടത്തണമെന്ന ഈ കോൺഗ്രസിന്റെ പ്രതിപക്ഷ, നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷത്തിന്റെ വാദം. അങ്ങനെ ഏതൊരു വിഷയം വരുമ്പോയോ, മുഖ്യൻ അമേരിക്കയിലേക്ക് പോവാണെങ്കിലും സതീശൻ ഒറ്റയടിക്ക് അത് ചികിത്സയല്ല പൊക്കോട്ടെ. ജ്യോതി മൽഹോത്രയുടെ വിഷയം വരുമ്പോൾ മന്ത്രി റിയാസിനെ സതീശൻ പിന്തുണയ്ക്കുക. നമ്മുടെ കേരളത്തിലെ ഒരു ബദൽ സംവിധാനമല്ല, അതൊരു യാഥാർത്ഥ്യ. നമ്മുടെ കേരളത്തില് ഭരണപക്ഷത്തിന് എതിരെ സംസാരിക്കാൻ ഇവിടുത്തെ ഔദ്യോഗിക പ്രതിപക്ഷത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ തീവ്ര ചിന്താഗതിക്കാരെ പിന്തുണയ്ക്കുക. സ്കൂൾ സമയമാറ്റ വിഷയം വരിക, കോൺഗ്രസിന് എന്താ നിലപാട്? മുസ്ലിം ലീഗ് അവരുടെ നിലപാട് പറഞ്ഞു, ചർച്ച നടത്തണം. അല്ല, ഈ മതസംഘടനകൾക്കൊടുക്ക ചർച്ച നടത്താൻ പിന്നെ എന്താണ് ഇവരൊക്കെ? ഇതേ കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ വരുന്ന ഒരു സംവിധാനം നാളെ കേരളം ഭരിച്ചാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നീട് ഈ പറയുന്ന മ്യൂസിക്കിനെതിരെയുള്ള, സ്കൂൾ സമയത്തിനെതിരെയുള്ള ആളുകളല്ലേ കേരളം നിയന്ത്രിക്കുക? ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. പിന്നീട് കേരളം നിയന്ത്രിക്കുക ഈ പറയുന്ന മ്യൂസിക്കിനെതിരെയുള്ള ഇടകലരുന്നത് കുട്ടികളായിട്ട് പോലും കാണാൻ സാധിക്കാത്ത ആളുകളായിരിക്കില്ലേ? സതീശനേക്ക് റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലുണ്ടാവുക? ഓരോ ആളുകളും ബോധത്തിൽ ചിന്തിക്കേണ്ടതാ. അവിടെയാണ് നമ്മളൊരു ബദലായിട്ട് നമ്മുടെ കേരളത്തിലെ ഭരണമൊക്കെ താറുമാറായിട്ട്, മുഖ്യൻ പോലും അങ്ങ് അമേരിക്കയിലേക്ക് ആ ചികിത്സക്ക് പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു മന്ത്രി പോലും, ശശി ചെറിയാൻ പോലും രംഗത്തെത്തിയിട്ട് പറയാ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പോവുമായിരുന്നു എന്ന്, ഞാനതുകൊണ്ട് പ്രൈവറ്റിലേക്ക് പോയി എന്ന്. ഇത്തരത്തിൽ താറുമാറായ സർക്കാർ സംവിധാനത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ബദൽ സംവിധാനം വേണം. ആ ബദൽ സംവിധാനത്തിലേക്കാണ് ഇപ്പോ ബോധമുള്ള മലയാളികള് BJPയെ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നു, വലിയ പ്രതീക്ഷയാണ്, പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ആ ഭാരവാഹികളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്. ശോഭാ സുരേന്ദ്രന്, MT രമേശ് ശക്തമായിട്ട് ഈ പറയുന്ന ഭരണപക്ഷത്തിനെതിരെ നിരന്തരം സംസാരിക്കൂ. ഷോൺ ജോർജ്, അങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൃത്യമായിട്ട് കേരളത്തിലെ ഭരണപക്ഷത്തിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയെ തന്നെയാ പ്രഖ്യാപിച്ചത്. ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ, ജിഹാദികൾക്കെതിരെ നട്ടല് നിവർത്തി സംസാരിക്കാനും ഇവരെ കൊണ്ട് സാധിക്കും. ഇതാണ് നിഷ്പക്ഷരായിട്ടുള്ള ബോധമുള്ള ഓരോ മലയാളിയും ഈ ഒരു പുതിയ ഭാരവാഹിത്വ പട്ടിക കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ 2026 വലിയ മാറ്റം കേരളത്തിലുണ്ടാവും. 11 മണ്ഡലങ്ങളില്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നോക്കുമ്പോൾ 11 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത്, 9 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. നല്ലൊരു ടീമുണ്ടെങ്കിൽ വലിയ മാറ്റം ഈ വരുന്ന 2026 BJPയെ കൊണ്ട് നടത്താൻ സാധിക്കോ? ബോധമുള്ള മലയാളികളൊക്കെ തന്നെ തിരിച്ചറിയുക. പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു പട്ടികക്കെതിരെ തിരിയുന്നുണ്ട് എങ്കിൽ തന്നെ അത് BJPയുടെ ഒരു വലിയ വിജയം തന്നെയാണ്. അതിലൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട.